ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മസിൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം 4 ടൈപ്പ് ടിഷ്യൂസ് ആണുള്ളത്. അതിലൊരു ടൈപ്പ് ടിഷ്യൂ ആണ് മസിൽ എന്ന് പറയുന്നത്. ആ മസിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മസിൽസ് ഉണ്ട്. മസിൽസ് ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ there are 3 types of muscles. അത് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മസിൽസ് നമുക്കറിയാം, ജേം ലേയേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ജേം ലേയേഴ്സ്, നമ്മളെ മനുഷ്യന്മാര് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതായത് നമുക്ക് 3 ജേം ലേയേഴ്സ് ആണുള്ളത്: എൻഡോഡേം, എക്ടോഡേം ആൻഡ് മീസോഡേം. ഈ മീസോഡേമിൽ നിന്നുമാണ് മസിൽ എന്ന് പറയുന്ന ടിഷ്യൂ ഡിറൈവ് ചെയ്ത് വരുന്നത്. സോ മസിൽസ് ആർ മീസോഡേമൽ ഒറിജിനിലുള്ള ആളുകളാണ് മസിൽസ്. ഒരാളുടെ ബോഡി വെയ്റ്റിന്റെ 40 മുതൽ 50% ബോഡി വെയ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? മസിൽസ് ആണ്. ഓക്കെ, so mesodermal in origin and 40 to 50% body weight is contributed by muscles. ഇനി മസിൽസിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മസിൽ? മസിലും ന്യൂറോണും, ഈ 2 ടൈപ്പ് ടിഷ്യൂസ്, മസിൽസും ന്യൂറൽ ടിഷ്യൂവും മാത്രമേ എക്സൈറ്റബിൾ ആയിട്ടുള്ള ടിഷ്യൂ ഉള്ളൂ. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എക്സൈറ്റബിലിറ്റി ആണ്. വാട്ട് ഈസ് എക്സൈറ്റബിലിറ്റി? ന്യൂറോൺസിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് എക്സൈറ്റബിലിറ്റി എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്താ? ഒരു സ്റ്റിമുലൈനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ്. റെസ്പോണ്ട് ടു സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലൈ കൊടുത്താൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മളുടെ എക്സൈറ്റബിൾ ആണ് ആ സെല്ല് എന്ന് പറയാ. എന്താണ് ന്യൂറോണിലേക്ക് ഒരു സ്റ്റിമുലൈ കൊടുത്താൽ സംഭവിക്കുക? അത് റെസ്പോണ്ട് ചെയ്യും. എന്താ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്? അതിന്റെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നേരെ റിവേഴ്സ് ആവും അല്ലെ? ഡീപോളറൈസേഷൻ സംഭവിക്കും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെയാണ് മസിലും. മസിലിന് ഒരു സ്റ്റിമുലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മസിലിന് എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആ മസിലിന്റെ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ആവും. സോ എക്സൈറ്റബിൾ ആണ് മസിൽസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ഈസ് മസിൽസ് ക്യാൻ കൺട്രാക്ട്. മസിൽസിന് കൺട്രാക്ട് ചെയ്യാൻ കഴിയും. എന്താ കൺട്രാക്ടിബിലിറ്റി എന്ന് പറഞ്ഞാല്? മസിൽസിന് അതിന്റെ ലെങ്ത് ഷോർട്ടൻ ചെയ്യാൻ കഴിയും, തിക്കായി മാറും. സോ കൺട്രാക്ടിബിലിറ്റി, ദേ ക്യാൻ ഷോർട്ടൻ ആൻഡ് തിക്കൻ. അതുപോലെ തന്നെ കൺട്രാക്ട് ചെയ്ത മസിൽസിന് റിലാക്സ് ചെയ്യാൻ പറ്റും. ആ റിലാക്സ് ചെയ്തതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യാനും പറ്റും. അപ്പൊ 3ാമത്തെ പ്രോപ്പർട്ടിയാണ് സ്ട്രെച്ചബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റെൻസിബിലിറ്റി. എന്താണ് 3ാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ആ എക്സ്റ്റെൻസിബിലിറ്റി കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവർക്ക് സ്ട്രെച്ച് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഡാമേജ്. ഡാമേജ് കൂടാതെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, സ്ട്രെച്ച് ചെയ്യാൻ മസിൽസിന് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 4ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. എന്താ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല്? മസിൽസ് ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു, ആ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ആ റബ്ബർ ബാൻഡ് വിട്ടു, എന്താ സംഭവിക്കുക? റബ്ബർ ബാൻഡിന് ഇനീഷ്യൽ ആയിട്ടുള്ള അതേ ഷേപ്പിലേക്ക് വരും അല്ലെങ്കിൽ അതേ പൊസിഷനിലേക്ക് വരും. ഈവൻ സ്ട്രെച്ച് ചെയ്ത് അതിനെ റിലീസ് ചെയ്താലും ഇനീഷ്യൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഇനീഷ്യൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ളതിനുകൊണ്ടാണ് മസിൽസ് ആർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? റിട്ടേൺ ടു ഒറിജിനൽ ഷേപ്പ്. അതായത് നമ്മൾ സ്ട്രെച്ച് ചെയ്താലും കൺട്രാക്ട് ചെയ്താലും മസിൽസിന് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. സോ എക്സൈറ്റബിലിറ്റി, ഒരു സ്റ്റിമുലൈ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യും. റെസ്പോൺസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ആവുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് കൺട്രാക്ടിബിലിറ്റി. മസിൽസിന് കൺട്രാക്ട് ചെയ്യാനും ഷോർട്ടൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി ഈസ് എക്സ്റ്റെൻസിബിലിറ്റി. സ്ട്രെച്ച് ആവാനുള്ള കഴിവുണ്ട്. ഇനി കൺട്രാക്ട് ചെയ്താലും സ്ട്രെച്ച് ആയാലും അതിന് തിരിച്ച് അതേ ഒറിജിനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിസിറ്റി. സോ ദീസ് ആർ 4 പ്രോപ്പർട്ടീസ് ഓഫ് മസിൽസ്. ഇനി മസിൽസ് എവിടെയാണ് എന്നുള്ളതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് മസിൽസിനെ 3ആക്കി തരം തിരിച്ചിട്ടുണ്ട്. സോ എന്തിന്റെ ബേസിലാണ് മസിൽസിനെ 3ആക്കുന്നത്? ബേസ്ഡ് ഓൺ ദെയർ ലൊക്കേഷൻ. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, എവിടെയാണ് മസിൽസ് കാണാൻ പറ്റുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മസിൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. മസിൽസ്, 1ാമത്തെ ടൈപ്പ് മസിൽസ് എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ ആണ്. സ്കെലിറ്റൽ മസിൽ.
അപ്പൊ നിങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാവും എന്താണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറഞ്ഞാല്. ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺസ്, അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ സിസ്റ്റം. അതിനെയാണ് നമ്മൾ സ്കെലിറ്റൽ മസിൽ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ടൈപ്പ് മസിൽ എന്ന് പറയുന്നത് വിസറൽ മസിൽ. വിസറൽ മസിൽ. അപ്പൊ എന്താ വിസറൽ മസിൽ എന്ന് പറയുന്നത്? പേര് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. വിസറൽ എന്താ? ഇന്റേണൽ ഓർഗൻസ്. ഇന്റേണൽ ഓർഗൻസിന്റെ വാൾസ് ഒക്കെ ഉണ്ടാക്കിയത് ഈ മസിൽസ് വെച്ചിട്ടാണ്. അപ്പൊ എവിടെ കാണാൻ പറ്റുക? ഇന്റേണൽ ഓർഗൻസിൽ അല്ലെങ്കിൽ വിസറൽ ഓർഗൻസിലാണ് കാണാൻ പറ്റുക. ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത്തെ ടൈപ്പ് മസിലാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ. അപ്പൊ ഇതും പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ കാണാൻ പറ്റുക. കാർഡിയോ ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ഹാർട്ട് അല്ലെ. അപ്പൊ ഹാർട്ടിൽ കാണാൻ പറ്റുന്ന മസിലാണ് കാർഡിയാക് മസിൽ. അപ്പൊ മസിൽസ് based on their location are classified into 3. എന്താണ്? സ്കെലിറ്റൽ മസിൽ അറ്റാച്ച്ഡ് ടു ബോൺസ്, വിസറൽ മസിൽസ് വിസറൽ ഓർഗൻസിൽ ഇന്റേണൽ ഓർഗൻസിലാണ് കാണാൻ പറ്റുക, കാർഡിയാക് മസിൽസ് ഹാർട്ടിൽ കാണാൻ പറ്റുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഇനി ഇവരുടെ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടിയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാനുള്ളത്. അപ്പൊ 3 മസിൽസിന്റെയും കമ്പാരിസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കെലിറ്റൽ മസിൽ, വിസറൽ മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. ആദ്യം സ്കെലിറ്റൽ മസിലിന്റെ നമുക്ക് ഷേപ്പ് നോക്കാം. ഷേപ്പ് എന്ന് പറയുന്നത് നോക്ക്, ഇലോങ്ങേറ്റഡ് ആണ് അല്ലെ, നീളമുള്ളതാണ്. ഇതുപോലെയല്ലേ ഉള്ളത്? നീളമുള്ളതാണ്, ഇലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കൽ ആണ് അല്ലെ. അപ്പൊ ഷേപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഇലോങ്ങേറ്റഡ്, നീളമുള്ളതാണ്, ആൻഡ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ള, ഇലോങ്ങേറ്റഡ് ആൻഡ് സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ള മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇനി ഈ വിസറൽ മസിലിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ട്രിക്കൽ ആണോ? അല്ല. ഈ മസിൽസിന്റെ 2 എൻഡും ഞാൻ ഇവിടെ 2 എൻഡ് കാണിക്കുന്നുണ്ട്. ഇതൊരു എൻഡ്, ഇതൊരു എൻഡ്. ഈ 2 എൻഡും ഇങ്ങനെ ടേപ്പേർഡ് ആണ്, കൂർത്തിരിക്കുന്ന എൻഡ് ആണ്. ദാറ്റ് ഷേപ്പ് ഈസ് കോൾഡ് സ്പിൻഡിൽ ഷേപ്പ്. സ്പിൻഡിൽ ഷേപ്പ്, സ്പിൻഡിൽ ഷേപ്പ് അല്ലെങ്കിൽ ഫ്യൂസിഫോം ഷേപ്പ് എന്ന് പറയും. സ്പിൻഡിൽ ഷേപ്പ് അല്ലെങ്കിൽ ഫ്യൂസിഫോം ഷേപ്പ് എന്ന് പറയും. ഓക്കെ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള കാർഡിയാക് മസിൽ. എന്താ കാർഡിയാക് മസിലിന്റെ പ്രത്യേകത? കാർഡിയാക് മസിൽ എന്ന് പറയുന്നത് നോക്ക്, കാർഡിയാക് മസിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയാക് മസിൽ ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ ആദ്യം പഠിപ്പിച്ചു തരാം. ഇവിടെ നിങ്ങൾ ഇതാണ് ഒരു കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. ഇത്രയും റീജിയൻ ആണ്. ദിസ് ഈസ് വൺ കാർഡിയാക് മസിൽ. ഇതാണ് ഒരു കാർഡിയാക് മസിൽ. ഇത് ആ കാർഡിയാക് മസിലിന്റെ ന്യൂക്ലിയസ് ആണ്. ഓക്കെ. അപ്പൊ നോക്ക്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്ക്, ഈ 2 കാർഡിയാക് മസിലിന്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതിന്റെ പേരെന്താ എന്ന് നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എന്താണ്? ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഇന്റർകാലേറ്റഡ് ഡിസ്ക്. എന്താ ഈ ഇന്റർകാലേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞാല്? 2 കാർഡിയാക് മസിൽസിന്റെ ഇടയിലുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത്, സെൽ ജംഗ്ഷൻസ് 3 ടൈപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്യാപ് ജംഗ്ഷൻസ് ഉണ്ട്, ടൈറ്റ് ജംഗ്ഷൻസ് ഉണ്ട്, അഡ്ഹറിംഗ് ജംഗ്ഷൻസ് ഉണ്ട്. ഇവിടെ 2 കാർഡിയാക് മസിൽസിന്റെ ഇടയിലുള്ള ജംഗ്ഷൻസ് എന്താന്ന് ചോദിച്ചാല് എന്താ ഈ ജംഗ്ഷൻ എന്നറിയോ? ദേ ആർ ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ്. ഗ്യാപ്പ് ജംഗ്ഷൻസ് 2 കാർഡിയാക് മസിലിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് എസ് എ നോഡിൽ നിന്നും ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഉടനെ തന്നെ നമ്മളുടെ ഹാർട്ടിന്റെ എല്ലാ വാളിലേക്കും ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ആവാനുള്ള കാരണം. അപ്പം ഈ ഗ്യാപ്പ് ജംഗ്ഷൻസ് ഇൻ ബിറ്റ്വീൻ 2 കാർഡിയാക് മസിൽ ഈസ് കോൾഡ് ഇന്റർകാലേറ്റഡ് ഡിസ്ക്. ഇവരാണ് ഇന്റർകാലേറ്റഡ് ഡിസ്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നോക്ക്, ഇങ്ങനെ ഇതാണ് ഒരു മസില് എങ്കിൽ ഈ മസിലിന്റെ ഷേപ്പിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്ക്. മസില് സ്കെലിറ്റൽ മസിൽ പോലെ ഒരൊറ്റ മസിലാണോ? അല്ല. ഇതിങ്ങനെ ബ്രാഞ്ച് ചെയ്തല്ലേ നിൽക്കുന്നത്, ശരിയല്ലേ? ഇതുപോലെ ബ്രാഞ്ച് ചെയ്ത മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. സോ ദ ഓൺലി ബ്രാഞ്ച്ഡ് മസിൽ, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മസിലാണ് കാർഡിയാക് മസിൽ. ഓക്കെ. ഇനി സ്കെലിറ്റൽ മസിലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല്, ഒരു മസിൽ സെല്ല് നോക്ക്, ഇത് ഞാൻ ഇവിടെ ഒരു മസിൽ സെല്ല് എടുത്തു. ഈ ഒരു മസിൽ സെല്ലിന്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് സ്കെലിറ്റൽ മസിലിന്റെ പ്രത്യേകത? മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്.
സ്മൂത്ത് മസിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ വിസറൽ മസിൽ എന്നാണ് വേറൊരു പേര്. വിസറൽ മസിൽ അങ്ങനെയല്ല. എന്താണ്? യൂണി ന്യൂക്ലിയേറ്റ് ആണ്. വാട്ട് യു മീൻ ബൈ യൂണി ന്യൂക്ലിയേറ്റ്? ഒരു മസിൽ സെല്ലിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ഇനി കാർഡിയാക് മസിലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും യൂണി ന്യൂക്ലിയേറ്റ് ആണ്. അപ്പൊ ഓൺലി മൾട്ടി ന്യൂക്ലിയേറ്റ് മസിൽ എന്ന് പറയുന്നത് ഏതാണ്? സ്കെലിറ്റൽ മസിലാണ്. അപ്പൊ എന്താണ് മൾട്ടി ന്യൂക്ലിയേറ്റ് എന്ന് പറഞ്ഞാല്? ഒരു മസിൽ സെല്ലിന്റെ അകത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് മൾട്ടി ന്യൂക്ലിയേറ്റ്. ഒരു സെല്ലിന്റെ അകത്ത്, ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത് മൾട്ടിപ്പിൾ ന്യൂക്ലിയസ് വരുന്ന ആ അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സിൻസീഷ്യം എന്ന് പറയാ. സിൻസീഷ്യം. അപ്പം സ്കെലിറ്റൽ മസിലിന്റെ അകത്ത് സിൻസീഷ്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താ വാട്ട് യു മീൻ ബൈ സിൻസീഷ്യം? മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള അവസ്ഥേനെയാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയാ. ഇനി ഒരു സ്കെലിറ്റൽ മസിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രയേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ സ്ട്രയേഷൻസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ലൈറ്റ് ബാൻഡുകൾ. ഡാർക്ക് സ്ഥലം കാണാൻ പറ്റും, അതിനുശേഷം ലൈറ്റ്, വീണ്ടും ഡാർക്ക്, അതിനുശേഷം ലൈറ്റ്, വീണ്ടും ഡാർക്ക്, ലൈറ്റ്. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അല്ലേ? ഇത് ഡാർക്ക് ബാൻഡ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ ആരുണ്ട്? ഒരു ലൈറ്റ് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ലൈറ്റ് റീജിയൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്കെലിറ്റൽ മസിലിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിലൊരു സ്ട്രയേഷൻസ് കാണാൻ പറ്റും. ഒരു വര ഡാർക്ക് ലൈറ്റ് റീജിയൻ കാണാൻ പറ്റും. അപ്പൊ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സോ സ്ട്രയേഷൻസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രയേഷൻസ് എവിടെ കാണാൻ പറ്റും? സ്കെലിറ്റൽ മസിൽസിൽ പ്രസന്റ് ആണ്. ശരിയല്ലേ? സ്ട്രയേഷൻസ് ആർ പ്രസന്റ്. ശരിയാണല്ലോ. ഇനി സ്മൂത്ത് മസിൽസ്, വിസറൽ മസിലിന്റെ കാര്യം പറയുകയാണെങ്കിലോ സ്ട്രയേഷൻസ് കാണാൻ പറ്റുമോ? സ്ട്രയേഷൻസ് ആർ ആബ്സെന്റ്. വിസറൽ മസിലിന്റെ സ്ട്രയേഷൻസ് ആർ ആബ്സെന്റ്. ഈ സ്ട്രയേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വിസറൽ മസിൽ ഈസ് ഓൾസോ നോൺ ആസ് സ്മൂത്ത് മസിൽ. വിസറൽ മസിലിനെ വിസറൽ മസിൽ എന്ന് വിളിക്കാൻ കാരണം വിസറൽ ഓർഗനിൽ ഉള്ളതുകൊണ്ട്. വിസറൽ മസിലിന്റെ മുകളിൽ സ്ട്രയേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അയാളെ സ്മൂത്ത് മസിൽ എന്ന് വിളിക്കുന്നത്. സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് സ്മൂത്ത് മസിൽ. അപ്പം നമ്മളെ കാർഡിയാക് മസിൽസിന്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിലോ സ്ട്രയേഷൻസ് ആർ പ്രസന്റ്. ഓക്കെ, അപ്പോ സ്ട്രയേഷൻസ് ആബ്സെന്റ് ആയിട്ടുള്ള ഒരേ ഒരു ടൈപ്പ് മസിൽ എന്ന് പറയുന്നത് ഏത് മസിൽ മാത്രമാണ്? സ്മൂത്ത് മസിൽ മാത്രമാണ്. ഇനി സ്കെലിറ്റൽ മസിൽ മാത്രമേ എവിടെ എന്ത് കൺട്രോൾ ഉള്ളൂ എന്നറിയോ? വോളണ്ടറി കൺട്രോൾ ഉള്ളൂ. അതായത് വോളണ്ടറി മസിലാണ് സ്കെലിറ്റൽ മസിൽ എന്ന് പറയുന്നത്. എന്റെ കയ്യിലൊക്കെ സ്കെലിറ്റൽ മസിൽ ഉള്ളത്. എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൈ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലേ? അതിനെയല്ലേ വോളണ്ടറി കൺട്രോൾ എന്ന് പറയാ. ഇനി സ്മൂത്ത് മസിൽസ്, നമ്മളുടെ പെരിസ്റ്റാൾസിസ് നടക്കുന്നത്, അതായത് ഈസോഫാഗസിലൂടെയുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നടക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇറങ്ങി പോകുന്നത് ഈസോഫാഗസിന്റെ അകത്ത് പെരിസ്റ്റാൾട്ടിക് ആയിട്ടുള്ള മസ്കുലർ വേവ് ലൈക്ക് മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ടാണ്. അത് ഞാനാണോ കൺട്രോൾ ചെയ്യുന്നത്? അല്ല, അത് ഇൻവോളണ്ടറി കൺട്രോൾ ആണ്. സോ ഇന്റേണൽ ഓർഗൻസിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻവോളണ്ടറി ആണ്. ഇനി നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങളോട് ചോദിക്കാതെ ഹാർട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പൊ എന്താണ്? ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിലാണ്. ഈ ഇൻവോളണ്ടറി മസിൽ എന്ന് പറയുന്നത് ഈ മസിൽസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അല്ല അർത്ഥം. അപ്പൊ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന് ആരെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻവോളണ്ടറി മസിൽസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്റെ സ്കെലിറ്റൽ മസിൽ മൂവ് ചെയ്യാം, പക്ഷെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ പെരിസ്റ്റാൾസിസ് നടക്കൂല. ഇഷ്ടത്തിനനുസരിച്ച് ഹാർട്ട് റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റൂല. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? യെസ്. ഇനി എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്, അല്ലെങ്കിൽ എവിടെയാ കാണാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. സ്കെലിറ്റൽ സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതായത്
ബോൺസുമായിട്ടാണ് സ്കെലിറ്റൽ മസിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇനി വിസറൽ മസിൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ എവിടെ കാണാൻ പറ്റുക? ഇന്റേണൽ ഓർഗൻസിന്റെ വാൾസിലാണ് കാണാൻ പറ്റുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ ഉണ്ടായിരിക്കും, ഈസോഫാഗസിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാം വാൾസിൽ നമുക്ക് കാണാൻ പറ്റും. കാർഡിയാക് മസിൽസ് എവിടെ കാണാൻ പറ്റുക? ഹൃദയത്തിന്റെ അകത്ത്, ഹൃദയത്തിന്റെ മസ്കുലർ വാളില്, മസിൽ കൊണ്ട് ഉണ്ടാക്കിയ വാളിലാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ മസിൽസ് അറ്റാച്ച്ഡ് ടു ബോൺസ് ആണ്. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ അറ്റാച്ച്ഡ് ടു ബോൺസ് ആണ്. ഇനി സ്മൂത്ത് മസിൽസ് എവിടെ കാണാൻ പറ്റുക എന്ന് ചോദിച്ചാല് വിസറൽ ഓർഗൻസില്, വിസറൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറലിന്റെ പേരെന്താ? ഇന്റേണൽ ഓർഗൻസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്റേണൽ ഓർഗൻസിൽ. ഇനി കാർഡിയാക് മസിൽസ് എവിടെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാല് മസ്കുലാർ വാൾ ഓഫ് ഹാർട്ടിലാണ് കാണാൻ സാധിക്കുക. മസ്കുലാർ വാൾ ഓഫ് ഹാർട്ട് ഈസ് കോൾഡ് മയോകാർഡിയം. മയോകാർഡിയം എന്താ? മയോകാർഡിയം എന്ന് പറഞ്ഞാല് എന്താ? മയോകാർഡിയം എന്ന് പറഞ്ഞാല് മസ്കുലർ വാൾ ഓഫ് ഹാർട്ട്. മസ്കുലർ വാൾ ഓഫ് ഹാർട്ടിൽ നമുക്ക് മയോകാർഡിയം കാണാൻ സാധിക്കും. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ്, ഈ ആള് സ്കെലിറ്റൽ ഇലോങ്ങേറ്റഡ് ആണ്, സ്പിൻഡിൽ അല്ലെങ്കിൽ ഫ്യൂസിഫോം ഷേപ്പ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ആൻഡ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു മസിൽ എന്ന് പറയുന്നത് സ്കെലിറ്റൽ ആണ്. ആൻഡ് സ്ട്രയേഷൻസ് ഇല്ലാത്ത ഒരേ ഒരു മസിൽ എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. വോളണ്ടറി കൺട്രോൾ ഉള്ള ഒരേ ഒരു മസിൽ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിലാണ്. അപ്പൊ ഇത്രയാണ് പ്രത്യേകതകൾ. അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മസിൽസിനെ കുറിച്ചാണ്. മസിൽസിന്റെ 3 ടൈപ്പും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് പഠിച്ച കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. സോ ബാക്കി കോൺസെപ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.